الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബലിപെരുന്നാൾ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മൾ ഈ സുദിനത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അർപ്പിച്ച ബലികളും അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലത്തോടു കൂടി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. 31 ആടുകളെ നമുക്ക് ബലിയറുക്കാൻ സാധിച്ചു. അതിൽ ഭാഗവാക്കായ എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാ നന്മകളിലും ഭാവിയിലും കൂടുതൽ ഉത്സാഹത്തോടു കൂടി പങ്കെടുക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ത്യാഗോജ്വലമായ ജീവിത ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വച്ചത്. അത് ഏതെങ്കിലും ഒരു ദിവസമോ 2 ദിവസമോ വർഷത്തിലൊരിക്കൽ ഏതെങ്കിലും മാസത്തിൽ പ്രത്യേകമായി പരാമർശിച്ചു പോകേണ്ടതല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നിരന്തരമായി കർമ്മോത്സുകമാക്കേണ്ടുന്ന ഒന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിത സന്ദേശം എന്ന് പറയുന്നത്. ഖുർആനിൽ 10ഓളം സ്ഥാനപ്പേരുകൾ അദ്ദേഹത്തിനായി അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിലേറ്റവും കൗതുകപൂർണമായിട്ടുള്ള ഒരു പേര് അദ്ദേഹത്തെ ഒരു സമുദായം എന്ന് വിളിച്ചതാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേവല സൗകുമാര്യതയ്ക്കു വേണ്ടിയോ അതല്ലെങ്കിൽ വാചകങ്ങളുടെ ഒരു ഘടനയുടെ ശുദ്ധിക്കു വേണ്ടിയോ തയ്യാറാക്കുന്നതല്ല. അതിൻ്റെ പിന്നിൽ ഗംഭീരമായ ആശയവും സന്ദേശവും ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറ നഹലിലെ 120-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ കാനിത്ത. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഹനീഫൻ, ഋജുമാനസ്കനായ, വക്രതയില്ലാത്ത, നേർവഴിയിൽ നിന്ന് വ്യതിചലിക്കാത്ത ഒരു സമുദായമായിരുന്നു എന്നാണ്. വലം യക്കുമിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ ആരാധകരിൽപ്പെട്ട ആളായിരുന്നില്ല എന്ന്. എന്താണ് സമൂഹവും സമുദായവും എന്ന് പറയുന്നത്? ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മയാണ് അല്ലെങ്കിൽ സംഘത്തെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുക.
സമുദായം എന്ന് പറയുമ്പോൾ അതിൽ ചില സമാനതകൾ, വിശ്വാസപരമായും അനുഷ്ഠാനപരമായും ആചാരപരമായിട്ടുമൊക്കെയുള്ള സമാനതകൾ കൊണ്ടാണ് സമുദായമായി തീരുന്നത്. ഖുർആൻ ഇവിടെ പ്രയോഗിച്ച പദം ഉമ്മത്ത് എന്നാണ്. രണ്ട് അർത്ഥങ്ങളാണ് ആ വാക്കിനുള്ളത്. ഒന്ന് സമുദായം എന്ന് തന്നെയാണ് എങ്കിൽ മറ്റൊന്ന് നേതാവ് എന്ന അർത്ഥത്തിലുമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കടന്നു വന്ന വഴികളെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഏകനായിട്ടാണ് നന്മയിൽ നിലകൊണ്ടിട്ടുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ തുണയായി അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല എന്നതാണ്. മറ്റാരുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ മാതൃകാപുരുഷനായി നിലനിന്നതുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് മാർഗദർശിയായി എന്ന അർത്ഥത്തിൽ, നേതാവ് എന്ന അർത്ഥത്തിലും, ഒരു സമൂഹത്തിൻ്റെ എല്ലാ നന്മയും ഒറ്റയ്ക്ക് തന്നെയും നിർവഹിച്ചവൻ എന്ന അർത്ഥത്തിൽ, ഒരു സമൂഹമായി, സമുദായമായി എന്ന് ആ അർത്ഥത്തിലും, ഈ രണ്ടർത്ഥത്തിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ആ പേരവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടു പോകുന്നുണ്ട്. ജനങ്ങളെല്ലാം അവിശ്വാസികളായിരുന്നൊരു കാലഘട്ടത്തിൽ അദ്ദേഹം മാത്രമായിരുന്നു വിശ്വാസിയായി ഉണ്ടായിരുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെയും സമവാക്യം എന്ന് പറയുന്നത് സമൂഹം എങ്ങനെയാണോ അങ്ങനെ നിലകൊള്ളുക എന്നതാണ്. നാട്ടിൻപുറങ്ങളിലുള്ള ചില ചൊല്ലുകളൊക്കെ ഇങ്ങനെയാണ്: നാടോടുമ്പോൾ നടുവെ ഓടണം എന്നാണ്. ചേരയെ തിന്നുന്ന നാട്ടിലെത്തിയാൽ ചേരയുടെ നടുക്കണ്ടം തിന്നണമെന്നാണ്. അങ്ങനെയാണ് നമ്മളൊക്കെയും ശീലിച്ചു വന്നിരിക്കുന്നത്. എന്നാൽ സമൂഹത്തിൻ്റെ തെറ്റായ ആ ധാരയ്ക്ക് വിപരീതമായി, ഒഴുക്കിനെതിരിലായിട്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെറുത്തു നിന്നത്. ഖുർആൻ അനേക സ്ഥലങ്ങളിൽ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ 29-ാമത്തെ അധ്യായം സൂറ അൻകബൂത്തിലെ 24-ാമത്തെ വചനം, ആ സമൂഹം അല്ലെങ്കിൽ ആ ആൾക്കൂട്ടം അദ്ദേഹത്തോട് ആക്രോശിക്കുകയാണ്. ഇഖ്തുലൂഹു ഔ ഹരിഖൂഹു, അവനെ കൊന്നുകളയുക, അതല്ലെങ്കിൽ ചുട്ടരിച്ചു കളയുക എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ പ്രതിയോഗികളായ ആളുകൾ തനിക്കെതിരിൽ ഇരമ്പി വരുന്നൊരു കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. പലപ്പോഴും അത്തരം കാര്യങ്ങളിലൊക്കെ കാലുകളിൽ പോവുക സ്വാഭാവികമാണ്. ഖുർആൻ തുടർന്ന് പറയുന്നത്, അള്ളാഹു പറയുന്നത്, ഫഅൻജാഹുല്ലാഹു മിനന്നാർ, ആ ആൾക്കൂട്ടം തീർത്ത അഗ്നിയിൽ നിന്ന്, തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ അള്ളാഹു രക്ഷിച്ചെടുത്തു എന്നതാണ്. ശേഷം അള്ളാഹ് പറയാം, ഇന്ന ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യുഅ്മിനൂൻ, ദൃഢബോധ്യമുള്ള വിശ്വാസികളായ എക്കാലത്തെയും വിശ്വാസികൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നതാണ്. ആദർശ രംഗത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ആ വചനം നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നത്. അടിയുറച്ചു നിൽക്കുക എന്നതാണ്. വിശ്വാസരംഗത്ത് അടിയുറച്ചു നിൽക്കുക. പലപ്പോഴും ആദർശം ഇലാസ്റ്റിക് രൂപത്തിലാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ വീട്ടിലെത്തിയാൽ നമുക്കൊരു ആദർശമുണ്ട്. വീട്ടിലെ കുടുംബ ബന്ധമിത്രാദികൾക്കൊക്കെ ഒപ്പിച്ചുകൊണ്ടുള്ളൊരു ആദർശമുണ്ട്. നമ്മുടെ ബന്ധു വീട്ടിലെത്തിയാൽ ബന്ധു വീട്ടിലെ ആളുകൾക്ക് ഒപ്പിച്ചുള്ളൊരു ആദർശമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നാൽ നാട്ടുകാർക്കൊക്കെ എന്താണ് ഇഷ്ടം, പഥ്യമായത്, ആ പഥ്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു ആദർശമായിരിക്കും അവിടെ നമ്മൾ കൈയാളുക. അങ്ങനെ ഓരോ സ്ഥലത്തിനും സാഹചര്യങ്ങൾക്കുമൊക്കെ അനുസരിച്ചുകൊണ്ട് നീട്ടിയും കുറച്ചുമൊക്കെ നമ്മൾ നമ്മുടെ ആദർശത്തെ മാറ്റിപ്പണിയാറുണ്ട്. അത് ശരിയായ രീതിയല്ല എന്നതാണ് ഇവിടെ പറയുന്നത്. ആളുകളൊക്കെ എത്രയും പ്രതിയോഗികളായി നിലകൊള്ളുമ്പോഴും താൻ മനസ്സിലാക്കിയ സത്യത്തിൻ്റെ ഭാഗത്ത് അടിയുറച്ചു നിൽക്കാൻ പറയാം. ഇതൊരു വർഷത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലല്ലോ, 365 ദിവസം നമ്മുടെ ചിന്തയിലുണ്ടാകേണ്ട കാര്യമാണ്. അതേപോലെ വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും കാര്യമെന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഊരിവയ്ക്കുകയും പിന്നെ എടുത്തണിയുകയും ചെയ്യും നമ്മുടെ കുപ്പായം പോലെയല്ലല്ലോ അത്. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം നമ്മുടെ ആദർശവും വിശ്വാസവും ഒക്കെ. ആ രീതിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം
എല്ലാവർക്കും മാതൃകയായി നിലകൊള്ളുകയാണ്. ഇബ്നു മാജയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ, പടച്ചവനിൽ ഒന്നിനെയും നീ പങ്കു ചേർക്കരുത്. വ ഇന്ന ഖുത്തിഅത്, നീ കഷണമാക്കപ്പെട്ടാലും, വ ഹുരിഖത്, അതല്ല നീ ചുട്ടിരിക്കപ്പെട്ടു പോയാലും, ജീവിതം കൊണ്ട് നമ്മൾ കാഴ്ചവെക്കേണ്ടുന്ന ആദർശത്തിൻ്റെതായ അചഞ്ചലമായ ഒരു രീതിയാണ് പ്രവാചകൻ അവിടെ പറയുന്നത്. അങ്ങനെയൊക്കെയും കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ആശയത്തിൽ ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമുദായമായിരുന്നു എന്ന് ഖുർആൻ അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയത് കൊണ്ടാണ്. ഈ ആദർശ കൂട്ടായ്മയിൽ എക്കാലത്തും നമുക്ക് ഉത്സാഹം പകരുന്നത് ജീവിത പങ്കാളിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ജീവിതത്തിൽ തൻ്റെ പങ്കാളികൾ സാറയും ഹാജറയുമൊക്കെ വിശ്വാസത്തിന് കരുത്തു പകരുന്ന രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒരു വിശ്വാസിയുടെ 4 സൗഭാഗ്യങ്ങൾ പറയുന്നുണ്ട്. അർബഅത്തുൻ സആദത്തുൽ മിനൽ മുഅ്മിൻ, വിശ്വാസിയുടെ ഏറ്റവും സൗഭാഗ്യകരമായ 4 കാര്യങ്ങളിൽ ഒന്ന് പറയുന്നത് അൽ മർഅത്തു സാലിഹ, സദ്വൃത്തയായിട്ടുള്ള ഇണയാണ്. സദ്വൃത്തയായ ജീവിത പങ്കാളി ആർക്കുണ്ടായിട്ടുണ്ടോ അത് അല്ലാഹുവിങ്കൽ നിന്ന് ലഭിച്ചിട്ടുള്ളൊരു സൗഭാഗ്യമാണ് എന്ന്. അത് ഇനി ആലോചിച്ചിട്ടല്ല കാര്യം. ജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിൽ, അതിൻ്റെ തുടക്കത്തിൽ ഇസ്ലാം നിർദ്ദേശിച്ചൊരു ഭാഗമാണ് പറഞ്ഞത്. നമ്മൾ തിരഞ്ഞെടുത്ത ജീവിത പങ്കാളി ആദർശ രംഗത്ത് നമുക്ക് പിന്തുണയായി കൂടെ ഉണ്ടാകുമോ എന്നത്. നമ്മൾ പരിഷ്കൃത സമൂഹമാണ്, നമ്മൾ നവോത്ഥാനത്തിൻ്റെ ആളുകളാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും പല സംഗതികളിലും നവോത്ഥാനവാഹകരായ ആളുകൾക്ക് പോലും പല അജ്ഞതയെയും പേറേണ്ടി വരികയാണ്. ആൺകുട്ടികളെ സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കുന്നവർ നവോത്ഥാനത്തിൻ്റെ ആളുകളിലുണ്ട്. ജനിച്ച ദിവസം ഭംഗിയായി ആഘോഷിക്കുന്ന ആളുകൾ ഈ പരിഷ്കരണവാദികളിൽ പെട്ടുപോയിട്ടുണ്ട്. അതേപോലെ മക്കൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പരിഗണിക്കാത്ത പലതും പരിഗണിച്ചു വരുന്നവർ ഈ പരിഷ്കരണവാദികളിൽ എങ്ങനെ പെട്ടുപോയി? അതവിടെയൊക്കെയും മനസ്സിലാക്കേണ്ടത് ഈ കുടുംബജീവിതത്തിൻ്റെ ആണിയായി വർത്തിക്കേണ്ടുന്ന പങ്കാളികൾ ആ ആദർശബോധമുള്ളവരായിരുന്നില്ല എന്നതാണ്. നമ്മുടെ മക്കൾ നന്നാവാൻ ഒന്നാമത്തെ ഭാഗമായി പറഞ്ഞത് അല്ലേ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ആ ചെക്കൻ ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ വാപ്പയെ ധിക്കരിച്ചു എന്നതിൻ്റെ പേരിലാണല്ലോ ആക്ഷേപം. ഒരു കുട്ടി എന്ന നിലയിൽ എനിക്കെൻ്റെ പിതാവിൽ നിന്ന് എന്തൊക്കെ കിട്ടണമെന്ന് ചോദിക്കുമ്പോൾ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നല്ല ഉമ്മയെ തരണമെന്ന്. നല്ല ഉമ്മയെ കൊടുക്കുന്നത് കുട്ടിയായതിനു ശേഷമല്ലല്ലോ. അപ്പോൾ കുട്ടികളെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം എന്ന് പറയുന്നത് ഉമ്മമാരുടെ മടിത്തട്ടിലാണ് മക്കൾ വളരുന്നത്. ആദർശത്തിൻ്റെ ബാലപാഠങ്ങളൊക്കെയും അവിടെ നിന്നാണ് അഭ്യസിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തിൽ നമ്മൾ ഈ കുടുംബത്തെ, ആദർശ കുടുംബത്തെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ വഹ്യ് കിട്ടി. പ്രവാചകൻ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ വിശ്വാസി പോലും അല്ലാതിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ ആശ്വസിപ്പിച്ചതും സമാശ്വസിപ്പിച്ചതും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഹിജറ 6 പ്രവാചകനും അനുയായികളും ഉംറ നിർവഹിക്കാൻ പോവുകയും ഹുദൈബിയയിൽ വച്ച് ഖുറൈശികൾ അവരെ തടയുകയും ഉംറ ചെയ്യാതെ തിരിച്ചു പോരുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ പ്രവാചകൻ ബലിയെറുക്കാൻ അനുയായികളോട് പറയുന്നുണ്ട്. ഖുറൈശികളുമായിട്ടുണ്ടായിട്ടുള്ള കരാറും തിരിച്ചുപോരലൊന്നും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത അനുയായികൾ
പ്രവാചകനോട് അനുസരിക്കാൻ കൂട്ടാക്കാതെ വിമുഖത കാണിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. മഹദിയായ പ്രവാചക പത്നി ഉമ്മു സലമ അള്ളാഹുവിൻ്റെ റസൂലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പറഞ്ഞത് അത്രയും നിർണായകമായ ഘട്ടങ്ങളിലൊക്കെയും വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും സമാശ്വാസ വാക്കുകളുമായി രംഗത്ത് വന്നിട്ടുള്ളത് അത്രയും മാതൃകാ മഹതികളാണ് എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു ജീവിത പങ്കാളി ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ അതിനെ ആക്കിയെടുക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ സ്വർഗക്കാരായ ആളുകൾ സ്വർഗത്തിൽ വരുമ്പോൾ അവർ ചില സംസാരമുണ്ട്. അക്ബല ബഅലുഹും അലാ ബഅലിൻ യതസാഅലൂൻ. ഖുർആനിലെ 52-ാമത്തെ അധ്യായം സൂറ തൂറിലെ 25-26 വചനങ്ങളാണ്. അവരെന്താണ് പറയുന്നത്? അക്ബല ബഅലുഹും അലാ ബഅലിൻ യതസാഅലൂൻ ഖാലൂ ഇന്നാ കുന്നാ ഖബല ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നമ്മൾ നമ്മുടെ കുടുംബത്തിലായിരുന്നപ്പോൾ, മക്കളുടെ കാര്യത്തിൽ, കുടുംബകാര്യങ്ങളിൽ നമ്മളേറെ സൂക്ഷ്മതയുള്ളവരായിരുന്നു. സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങോട്ട് പോയതല്ല. വീട്ടിലായിരുന്നപ്പോൾ, ദുനിയാവിലായിരുന്നപ്പോൾ കുടുംബകാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ളവരായിരുന്നു നമ്മൾ. ആര് പറയാം? സ്വർഗാവകാശികളായ ആളുകൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരിങ്ങനെ അയവിറക്കുകയാണ് ഇന്നലെകളിലെ അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ആ പണി ഇവിടെ നമ്മൾ ചെയ്യാതെ ഞാനും നിങ്ങളുമൊക്കെ വ്യാമോഹവുമായി കഴിഞ്ഞുകൂടുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് പോകുമെന്ന് വിചാരിക്കുകയാണ്. ആ വ്യാമോഹത്തിനൊരു അർത്ഥം ഉണ്ടാവുകയില്ല. അതിനുള്ള പണി ഇവിടെ നിന്ന് എടുക്കേണ്ടതുണ്ട്. അത്തരമൊരു സന്ദേശം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ മകനെ ബലിക്ക് അറുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ യാതൊരു വൈമനസ്യവുമില്ലാതെ ഇസ്മായിൽ എന്ന് പറയുന്ന പിഞ്ചു പൈതൽ റെഡിയായി വരുന്നത് നമ്മൾ എത്രയോ വട്ടം കേട്ടിട്ടുണ്ട്. ബലിയൊന്നും അറക്കണ്ട, സുബൈക്ക് പള്ളിയിലേക്ക് പോരാൻ നേരത്തെ നിങ്ങളെ കൈ പിടിച്ചാൽ ചെക്കൻ എന്താ പറയാന്ന് ആലോചിച്ചാൽ മതിയാവും. അങ്ങനെ ഒരു വളർത്തുശീലം നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നോക്കൂ, നിങ്ങൾ ഹാജറയുടെ തവക്കുല് വല്ലാതെ ചരിത്രത്തിൽ വിസ്മയകരമാണ്. തന്നെയും തൻ്റെ മകനെയും പ്രിയപ്പെട്ടവൻ ആരോരുമില്ലാത്ത ഊഷരമായിട്ടുള്ള മരുഭൂമിയിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ ഹാജറ ബീവി എന്ന് പറയുന്ന മഹതി സ്ത്രീ സഹജമായ വേദന കൊണ്ടോ വിഷമം കൊണ്ടോ കരച്ചിൽ കൊണ്ടോ ചുരുണ്ടുകൂടുകയല്ലായിരുന്നു. അങ്ങനെയാണ് സാധാരണഗതിയിൽ സ്ത്രീകൾ ചെയ്യുക. വിധിയെ പഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായി എന്ന് ആലോചിക്കും. ആ നിമിഷങ്ങളെയൊക്കെയും പഴിക്കും. എന്നാൽ ഹാജറ തൻ്റെ ഭാഗധേയത്വം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഭൂമിക്കടിയിൽ നീരവകളിൽ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. വെള്ളത്തെ ഭൂമിക്കടിയിൽ ഉറപ്പിച്ചു വച്ചവൻ അള്ളാഹുവാണ്. അതൊരു ലക്ഷ്യമാണ് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള അത്യധ്വാനം ചെയ്യുകയാണ് ഹാജറ എന്ന് പറയുന്നത്. തവക്കുല് 2 വിധത്തിലാണുള്ളത്. ഇസ്ലാമിലെ തവക്കുൽ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട സംഗതികളെല്ലാം കൃത്യമായി നിർവഹിച്ച ശേഷം തൻ്റെ പരിധിയിൽ വരാത്തതിൻ്റെ ചുമതല അള്ളാഹുവിൽ ഏൽപ്പിക്കലാണ്. ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഞാനെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു വന്നപ്പോൾ ചെറുപ്പക്കാരായ ചില ആളുകൾ പള്ളിയിൽ ചുരുണ്ടുകൂടി എന്നവർ സുറ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? അവർ പറഞ്ഞു, ഞങ്ങളൊക്കെ മുത്തവക്കിലീങ്ങളാണ്, അള്ളാഹുവിൽ വരവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തവക്കുലല്ല നടത്തിയിട്ടുള്ളത്, തവാക്കുലാണ് നടത്തിയത്. തവക്കുൽ എന്ന് ഇസ്ലാമിൽ പറയുന്നത് നിങ്ങളുടേതായ ഭാഗധേയത്വം നിങ്ങൾ നിർവഹിക്കണമെന്നതാണ്. അതുകൊണ്ട് അത്യധ്വാനം ചെയ്യണമെന്നതാണ് ഉദ്ദേശം. ഇവിടെ ഹാജറ ബീവി എക്കാലത്തുമുള്ള മഹിളകൾക്ക്, സ്ത്രീകൾക്ക്, പൊതുവിൽ മനുഷ്യർക്കും വലിയൊരു ഗുണപാഠമായി മാതൃകയായി നിൽക്കുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ മരുഭൂമിയിലാണ്, നമുക്ക് ആലോചിക്കാം, ഒരുപാട് മരീചികകൾ അവർ കാണുന്നുണ്ടാകും. ആ മരീചികയുടെ ഏതെങ്കിലും മുമ്പിൽ പോയി നിന്നിട്ട് നിരാശയായി അവിടെ കുഴഞ്ഞു വീഴുന്നില്ല. തൻ്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. അതൊരു വലിയ സന്ദേശം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. നോക്കൂ സഹോദരങ്ങളെ,
എവിടെയും നമ്മൾ കുടുംബമായിട്ടാണ് പോകുന്നത്. കല്യാണത്തിന്, വിരുന്നിന്, ടൂറിന്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കുടുംബമായി പോകുന്ന ആളുകളാണ് നമ്മൾ. പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോഴോ ആ ഒരു വിചാരം, ആ ഒരു ആശങ്കയും പ്രയാസവും നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വരാറുണ്ടോ? വാപ്പ സ്വർഗത്തിലും ഭാര്യയും മക്കളൊക്കെ നരകത്തിലും. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഭാര്യ സ്വർഗത്തിലും മക്കളും വാപ്പയും നരകത്തിലും. അതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇനി ഭാര്യയും ഭർത്താവും സ്വർഗത്തിലും മക്കളൊക്കെ നരകത്തിലും, അത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. ഖുർആനിലെ 12-ാമത്തെ അധ്യായം സൂറ റഅദിലെ 23-ാമത്തെ വചനത്തിൽ വിശ്വാസികളായ ഒരു കുടുംബത്തെ അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹാ, ശാശ്വതമായ സ്വർഗീയ ആരാമങ്ങളിൽ അവർ പ്രവേശിക്കും. വമൻ സലഹ മിൻ ആബാഇഹിം, സദ്വൃത്തരായ അവരുടെ പിതാക്കൾ, വ അസ്വാജിഹിം, അവരുടെ ഇണകൾ, വ ദുർരിയാത്തിഹിം, അവരുടെ മക്കൾ. അവിടെ മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. എല്ലാവരും കൂടി ടൂറ് പോയതുപോലെ തന്നെയാണ് പോകുന്നത്. വൽ മലായിക്കത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിൽ നിന്നും മലക്കുകൾ അവർക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സന്തോഷകരമായ ഒരു സ്വീകരണം ഏറ്റുവാങ്ങാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിനും കഴിയുമോ എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ആ ഉമ്മത്തിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുകയാണ്. അവിടെ സെറ്റാണ് അവര്. പാപ്പയും ഉമ്മയും മാത്രമല്ല, സന്താനവും വളരെ സെറ്റാണ്. ആ രീതിയിൽ എങ്ങോട്ടാണോ പോകുന്നത് അവിടേക്ക് എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരേ ആദർശത്തിന്റെ അടിയുറച്ച വക്താക്കളായി നിലകൊള്ളാൻ കഴിഞ്ഞു എന്നതാണ്. മൂന്നാമത്തെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ആദർശ പ്രബോധന രീതിയാണ്. പലപ്പോഴും നമ്മളൊക്കെയും മടിച്ചും എന്തെങ്കിലുമൊക്കെ ഞൊടിന്യായങ്ങൾ പറഞ്ഞുകൊണ്ടും വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണത്. ഒരു സ്ഥലത്തൊരു പ്രോഗ്രാമുണ്ട്, ആദ്യമായി തൗഹീദിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് ആൾക്കാർക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചുറ്റും ആലോചിക്കും, ഇന്ന് ഏതാ ദിവസം, ഇന്നെന്താണ് പ്രശ്നങ്ങൾ, എല്ലാം കഴിഞ്ഞ് ഒന്നുമില്ല എങ്കിൽ ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് നമ്മളങ്ങനെ പോകും. അതാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ആ രംഗത്തുള്ള ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ ഉമ്മത്ത് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നിങ്ങൾ പഠിക്കണം, അദ്ദേഹം പിതാവിനോട് പ്രബോധനം ചെയ്യുമ്പോൾ അദ്ദേഹം മാത്രമുള്ളൂ ശരിയായ പക്ഷത്ത്. അദ്ദേഹം രാജാവിനോട് പ്രബോധനം ചെയ്യുമ്പോൾ ആ രാജാവിന് പ്രതിയോഗിയായി ആദർശത്തിന്റെ പ്രതിയോഗം തീർക്കുന്നത് അദ്ദേഹം തനിച്ചാണ്. അദ്ദേഹം സമൂഹത്തോട് പ്രബോധനം ചെയ്യുമ്പോൾ കൂട്ടായി കൂടെ ഒരാളുണ്ടാകുന്നില്ല, അദ്ദേഹം തനിച്ചാണ്. അവിടെയൊക്കെയും അദ്ദേഹത്തെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ സമൂഹമെന്നല്ലാതെ സമുദായമെന്നല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ കഴിയുക? അദ്ദേഹം തന്നെ സമൂഹത്തോട് പറയുകയാണ്, സൂര്യൻ ഉദിച്ചു പൊങ്ങി. അദ്ദേഹം അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാല ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതാണ് എൻ്റെ രക്ഷിതാവ്, ഇതാണ് ഏറ്റവും വലിയവൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഫലമ്മാ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, അത് അസ്തമിച്ചു പോയപ്പോൾ ജനങ്ങളെ, നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാനിതാ ഒഴിവാണിട്ടു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്ന മനുഷ്യരോട് അതിൻ്റെ നിരർത്ഥകത ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കുകയാണ്. പിതാവിനോട് അദ്ദേഹം പറയുന്നുണ്ട്, യാ അബത്തി ലാ തഅ്ബുദി ശൈത്താൻ, പിശാചിനെ ആരാധിക്കരുത് പൊന്നുവാപ്പ എന്ന്. എന്താണ് പിശാചിനെ അവർ ആരാധിക്കുന്നുണ്ടോ? എല്ലാ ബഹുദൈവാരാധനയുടെയും ഹേതുകം പിശാച് തന്നെയാണ്. അതുകൊണ്ട് ആ ആരാധനയുടെ ഒരു ഭാഗം പിശാചിനുള്ളതാണ്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ, പരമകാരുണ്യകനോട് ഒരിക്കലും അനുസരണയില്ലാത്തവനാണ് പിശാച്. അതുകൊണ്ട് പിശാചിനെ ആരാധിക്കരുത് എന്ന് തൻ്റെ പൊന്നപിതാവിനോട് പറയുമ്പോൾ പിതാവ് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അവിടെയൊക്കെയും അദ്ദേഹം ഏകനാണ് എന്നതാണ്. അതേപോലെ അധികാരം എക്കാലഘട്ടത്തിലും മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നൊരു ഘടകമാണ്. അധികാരത്തോട് ഒട്ടി നിൽക്കാനാണ്
മനുഷ്യരിൽ ബഹുഭൂരിഭാഗം ആളുകളുടെയും താല്പര്യമെന്ന് പറയുന്നത്. അധികാരത്തോട് കലഹിക്കുന്ന ആളുകൾ വളരെ കുറച്ചു പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രാഷ്ട്രീയ അധാർമികത അതിൻ്റെ ഉത്തുംഗതയിലാണ് ഈ സമകാലിക ലോകത്ത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ആളുകൾ ഒരാശയത്തെ മുൻനിർത്തിയാണ് ഈ ആളുകളെയൊക്കെയും തൻ്റെ പിന്നാലെ ചേർത്തിട്ടുള്ളത്. ഒരു സുപ്രഭാതത്തിൽ തൻ്റെ പിന്നാലെയുള്ള തൻ്റെ അനുയായികളോടൊരു പ്രതിബദ്ധതയുമില്ലാതെ നേരെ വിപരീതമായൊരു മറുചേരിയിലേക്ക് കണ്ടം ചാടുകയാണ്. അതാണ് അധികാരത്തിൻ്റെ മാസ്മരികത എന്ന് പറയുന്നത്. അതാണ് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണ് രാഷ്ട്രീയത്തിൻ്റെ അധാർമികത എന്ന് പറയുന്നത്. അവിടെയാണ് തൻ്റെ ആദർശവുമായി നമ്രൂദ് രാജാവിൻ്റെ പക്കലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കടന്നു ചെല്ലുന്നത്. യാതൊരു സങ്കോചവുമില്ലാതെ കൃത്യമായി ആ ആദർശം അദ്ദേഹത്തെ ധരിപ്പിക്കുന്നുണ്ട്. ആ രാജാവിൻ്റെ വായടഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഇബ്രാഹിമിനെ അള്ളാഹു ഉമ്മത്ത് എന്ന് പറഞ്ഞതിൽ നമുക്ക് ഇനിയും ഏറെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കേവലം ഒരു പഠനമോ ഒരു വായനയുമായി നിലനിർത്തി പോരേണ്ടതല്ല, ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കേണ്ടുന്ന 365 ദിവസവും നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടുന്ന ഒരു ആശയമാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ മാതൃകയെ പരമാവധി ജീവിതത്തിൽ സംശീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്.